ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് തന്ന എല്ലാ നന്മകള്, അനുഗ്രഹങ്ങള്, അതിലുപരി ആയുസ്, ആരോഗ്യം, കൃപ, ആ നല്ല ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം കൊടുത്ത് ദൈവം ഇന്നത്തെ ദിവസം മുഴുവനും ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായം 18-ാം തിരുവചനം പറയുന്നുണ്ട്, എല്ലാ കാര്യത്തിലും ഞങ്ങൾ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുവാൻ. നമ്മുടെ കഴിഞ്ഞ കാല ജീവിതങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഒത്തിരി അനുഗ്രഹങ്ങൾ, കൃപകൾ നമ്മൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് നന്ദി പറയാം. കർത്താവ് നമ്മളിലേക്ക് ചൊരിഞ്ഞ എല്ലാ ബ്ലെസ്സിങ്ങിനും ഓർത്തുണ്ട്. ആ അവിടുത്തെ കാരുണ്യത്തിന്റെ കൃപ അതുമാത്രമാണ് നമ്മെ ജീവിക്കാൻ അനുവദിച്ചത്. 23-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, മരണത്തിന്റെ നിഴൽ വീണ് തടവിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും ദൈവമായ കർത്താവ് കൂടെയുള്ളപ്പോൾ ഞാൻ ഭയം അറിയുകയില്ല. ദൈവം നമ്മളെ കൈപിടിച്ചുയർത്തുന്നവൻ മാത്രമാണ്. നമുക്ക് വിശ്വസിക്കാം. കാരണം 56-ാം സങ്കീർത്തനം 3-4 പറയുന്നുണ്ട്, ഭയമുണ്ടാകുമ്പോൾ ഞാൻ കർത്താവിനെ ആശ്രയിക്കുന്നു. ഞാൻ ആരുടെ വചനത്തില് നിർഭയനായിട്ട് ആശ്രയിക്കുന്നുവോ ആ ദൈവമായ കർത്താവ് എന്റെ കൂടെയുണ്ട്. മർത്തിന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? ദൃശ്യമാണ് ദൈവമക്കളെ. നമുക്ക് വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വചനത്തിന്റെ കൊട്ട കെട്ടി ഇന്ന് നമ്മളെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കും. നമ്മുടെ എല്ലാ ഭയവും, നമ്മുടെ എല്ലാ ഉത്കണ്ഠകളും, നമ്മുടെ എല്ലാ ആകുലതകളും ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ ആ വചനത്തിന്റെ ശക്തി അനുഗ്രഹമായി, അഭിഷേകമായി നമ്മുടെ കൂടെയുണ്ട്. കാരണം ദൈവത്തിന്റെ വചനം ഒരിക്കലും വൈകല്യങ്ങളുള്ളതല്ല. കർത്താവിന്റെ വചനം അത് അവികലമാണ്. അത് ഓരോ നിമിഷവും ആത്മീയ ഉണർവ്, ചൈതന്യം കൊണ്ട് മക്കളെ നിറയ്ക്കുന്നതാണ്. പരിശുദ്ധ അമ്മ മാതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക്, ഈശോയുടെ തിരുഹൃദയത്തിലേക്ക്, സുപ്രധാന കരങ്ങളിലേക്ക്, തൃത്വ കൂട്ടായ്മയിലേക്ക്, തിരുക്കുടുംബത്തിലേക്ക് ഇന്നത്തെ ദിവസം മുഴുവനും നമ്മുടെ കുടുംബത്തെയും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ സാഹചര്യങ്ങളുടെ അനുഭവങ്ങളെ, വ്യക്തികളെ ഈശോ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാണുന്നവർക്ക്, കേൾക്കുന്നവർക്ക്, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മക്കൾക്ക് നമ്മൾ അനുഗ്രഹമാകണം. നമ്മുടെ വാക്കും നമ്മുടെ സാന്നിധ്യവും മറ്റുള്ളവർക്ക് അഭിഷേകമാകണം. ദൈവത്തിന്റെ വലിയ കാരുണ്യ കൃപയും നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. വചനമായ ക്രിസ്തു യേശുനാമത്തിന്റെ ശക്തി, വിശുദ്ധ കുരിശിന്റെ സംരക്ഷണം, തിരുരത്വത്തിന്റെ സംരക്ഷണം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.